ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു വീക്ക്ലി റിവിഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഇടയ്ക്ക് ഉള്ള എക്സാമിലൊക്കെ നമ്മളുടെ മന്ത്രിസഭയെ, ഒന്നാം കേരള മന്ത്രിസഭയായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ മന്ത്രിസഭയുടെ പദവികൾ, അങ്ങനത്തെ ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഭരണഘടനയിലെ കമ്മിറ്റികളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഒരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ നമ്മളത് വേഗത്തിൽ പറഞ്ഞു പോവുകയും ചെയ്യും. പിന്നീട് ഒരുപാട് എക്സ്പ്ലെയിൻഡും ആയിരിക്കില്ല, പോയിന്റ് വൈസ് ആയിരിക്കുക. അപ്പോൾ കേട്ടിരിക്കുക. ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 11 ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11 പേരാണ്. ഒന്നാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. അപ്പം മന്ത്രിസഭയിലെ അംഗങ്ങൾ 11, അതിൽ ഒരു വനിതാ അംഗമാണ് ഉണ്ടായത്. എന്നാൽ കേരള നിയമസഭയിലെ വനിതകളുടെ അംഗം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് 6. കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 6. ഒന്നാം കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ചോദിക്കുകയാണ് പറഞ്ഞാൽ ശങ്കരനാരായണൻ തമ്പിയാണ്. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1 അപ്പോൾ 1957 ഏപ്രിൽ 1 കേരളത്തിൽ ആദ്യ നിയമസഭ നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ചോദിച്ചു പറഞ്ഞാൽ 1957 ഏപ്രിൽ 5 അപ്പം മന്ത്രിസഭ ഏപ്രിൽ 5, നിയമസഭ ഏപ്രിൽ 1. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ചോദിക്കുകയാണ് പറഞ്ഞാൽ 1957 ഏപ്രിൽ 27. എപ്പോഴാണ്? ഏപ്രിൽ 27. അപ്പോൾ മന്ത്രിമാരുടെ എണ്ണം നമ്മൾ പറഞ്ഞു 11 എന്ന് പറഞ്ഞു. വനിതാ മന്ത്രിമാർ എന്ന് പറയുന്നത് 1. കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 6. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് മഞ്ചേശ്വരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട M. ഉമേഷ് റാവു ആണ്. ഏറ്റവും പ്രായം കൂടിയ ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗത്തെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഡോക്ടർ A.R. മേനോനാണ്. ഇനി നമുക്ക് ഈ മന്ത്രിസഭയിലെ ഈ 11 വ്യക്തികളെയും അവരുടെ വകുപ്പും നോക്കാം. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, അതാരും തെറ്റിക്കില്ല. ധനകാര്യം C. അച്യുതമേനോനാണ്. തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്. അപ്പം നമ്മൾ തൊഴിലിന് മലയാളത്തിൽ എഴുതുകയെന്ന് പറഞ്ഞാൽ ടി വെച്ചിട്ടല്ല എഴുതുക, ട്രാൻസ്പോർട്ടും T ആണ് എന്ന് ഓർത്തുക. അപ്പോൾ TV എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കുക. തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ് ആണ്. അവരുടെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ TV ട്രാൻസ്പോർട്ട് ചെയ്യാണ് അവരുടെ തൊഴിൽ എന്ന് ഓർത്ത് വയ്ക്കുക. ഭക്ഷ്യം വനം എന്നുള്ളത് KC ജോർജ് ആണ്. ഭക്ഷ്യവും വനവും KC ജോർജിൻ്റെതായിരുന്നു. വ്യവസായം KP ഗോപാലൻ. വ്യവസായമാരാണ്? KP ഗോപാലനാണ്. പബ്ലിക് വർക്ക്സ് TA മജീദാണ്. തദ്ദേശ ഭരണം ആരുടേതിലായിരുന്നു എന്ന് പറഞ്ഞാൽ PK ചാത്തൻ മാസ്റ്റർ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ KR ഗൗരിയമ്മ. നിയമം വൈദ്യുതി ആഭ്യന്തരം VR കൃഷ്ണയ്യർ. ആരോഗ്യം ഡോക്ടർ AR മേനോൻ. അപ്പോൾ മുഖ്യമന്ത്രി നമുക്കറിയാം EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ ധനകാര്യം C. അച്യുതമേനോൻ. അച്യുതൻ്റെ കയ്യിലാണ് ധനം മുഴുവനും ഉള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. തൊഴിൽ ട്രാൻസ്പോർട്ട്, അതായത് TV കടത്തലാണ് അവൻ്റെ, TV ട്രാൻസ്പോർട്ട് ചെയ്യലാണ് അവൻ്റെ തൊഴിൽ, TV തോമസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഭക്ഷ്യം വനം എന്നാണ് KC ജോർജ്. അവന് കേസില്ലാണ്ട് കാട്ടിലൂടെ തിന്ന് നടക്കുന്ന ഒരാളാണെന്നോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതുപോലെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഭക്ഷ്യം വനം KC ജോർജ്. വ്യവസായം KP ഗോപാലൻ. പബ്ലിക് വർക്ക്സ് TA മജീദ്. തദ്ദേശ ഭരണം PK ചാത്തൻ മാസ്റ്റർ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി, അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. റവന്യൂ KR ഗൗരിയമ്മ. നിയമം വൈദ്യുതി ആഭ്യന്തരം VR കൃഷ്ണയ്യർ. നിയമം വൈദ്യുതി ആഭ്യന്തരം ഞങ്ങൾ 3 പേരും VR എന്ന് ഓർത്ത് വയ്ക്കുക. നിയമവും വൈദ്യുതി ആഭ്യന്തരം കൃഷ്ണയ്യരുടെ കയ്യിലാണ്.
ആരോഗ്യം ഡോക്ടർ AR മേനോൻ. ഇതാണ് ഒന്നാം മന്ത്രിസഭയിലെ മന്ത്രിമാർ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം ചോദിക്കുകയാണ് പറഞ്ഞാൽ അതെന്താണ്? വിമോചന സമരമാണ്. 1959 നമ്മൾ പറഞ്ഞു 1957 മന്ത്രിസഭ വന്നത്. 1959 എന്ത് ചെയ്തു? 59 വിമോചന സമരം കാരണം മന്ത്രിസഭ പിരിച്ചുവിടുകയുണ്ടായി. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഭരണഘടനയിൽ 356 അനുച്ഛേദം അനുസരിച്ചിട്ട് പുറത്താക്കപ്പെട്ട മന്ത്രിസഭയാണ് EMS മന്ത്രിസഭ പറയുന്നത്. ഏതാണ്? 356 വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ട മന്ത്രിസഭയാണ് EMS മന്ത്രിസഭ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1946 ഇടക്കാല സർക്കാരിനെ കുറിച്ച് നോക്കാം. 1946 ഇടക്കാല മന്ത്രിസഭയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1946 സെപ്റ്റംബർ 2 ഈ ഇടക്കാല മന്ത്രിസഭ വന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് 1946 സെപ്റ്റംബർ 2 ഒരു ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത്. അതിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റ് ആയിരുന്നത് വേവൽ പ്രഭു ആയിരുന്നു. പ്രസിഡന്റ് വേവൽ പ്രഭു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു കൗൺസിലിന്റെ ഉപാധ്യക്ഷനും അതുപോലെ വിദേശകാര്യം, കോമൺവെൽത്ത് ബന്ധങ്ങൾ എന്നിവയെല്ലാം ആരുടെ കീഴിലായിരുന്നു? ജവഹർലാൽ നെഹ്റുയുടെ കീഴിലായിരുന്നു വിദേശകാര്യം. അതുപോലെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ആയിരുന്നു. ആഭ്യന്തരം, പ്രക്ഷേപണവും വിവരങ്ങളും ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റേത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നിട്ട് കൃഷി, ഭക്ഷ്യം എന്നിവയ്ക്കായിരുന്നു. കൃഷിയും ഭക്ഷ്യവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റേതിലായിരുന്നു. അത് കഴിഞ്ഞാൽ ഡോക്ടർ ജോൺ മത്തായി വന്നിട്ട് ധനകാര്യമായിരുന്നു. ജോൺ മത്തായി വ്യവസായവും വിതരണവും സംവിധാനങ്ങളും ധനകാര്യം നോക്കിയിട്ടുണ്ടായിരുന്നത് ജോൺ മത്തായി ആയിരുന്നു. ജഗ്ജീവൻ റാം വന്നിട്ട് തൊഴിലായിരുന്നു. ജഗ്ജീവൻ റാം തൊഴിലായിരുന്നു. ഇതിലെങ്ങനെയാണ് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങൾ ഫസ്റ്റ് ഇവർ എങ്ങനെയാണ് ഇതിൽ ഭരണം കൊടുത്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞാൽ പ്രസിഡന്റ് വേവൽ പ്രഭുവും കമാൻഡ് ഇൻ ചീഫ് സർ ക്ലൗഡ് ഔൺ ചിൻലേക്കും ആയിരുന്നു. വൈസ് പ്രസിഡന്റ് ധനകാര്യം എന്നിവ ജവഹർലാൽ നെഹ്റുവിനും ആഭ്യന്തരം, ഇൻഫോർമേഷൻ, പബ്ലിക് ബ്രോഡ്കാസ്റ്റ് എന്നിവ സർദാർ വല്ലഭായ് പട്ടേലിനും അതുപോലെ രാജേന്ദ്ര പ്രസാദ് കൃഷി ഭക്ഷ്യം രാജേന്ദ്ര പ്രസാദ്, കലാ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ഷഫാത്ത് അഹമ്മദ് ഖാനും, കൊമേഴ്സ് CH ബാബ, പ്രതിരോധം ബൽദേവ് സിംഗും, ധനകാര്യം ജോൺ മത്തായും, ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് എന്ന് പറയുന്നത് C രാജഗോപാലാചാരിയും, തൊഴിൽ ജഗ്ജീവൻ റാം, നിയമം സയ്യദ് അലി സഹീറും, റെയിൽവേ, വനിതാ വിനിമയം, പോസ്റ്റ് ആൻഡ് എയർ എന്നിവ അസഫ് അലിയും, ഖനി, ഊർജം എന്നിവ ശരത് ചന്ദ്ര ബോസും ആയിരുന്നു. പിന്നീട് മുസ്ലിം ലീഗിലെ അംഗങ്ങൾ ഇടക്കാല മന്ത്രിസഭയിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന ശരത് ചന്ദ്ര ബോസ്, ഷഫാത്ത് അഹമ്മദ് ഖാൻ, സയ്യിദ് അലി സഹീർ എന്നിവരൊക്കെ എന്ത് ചെയ്തു? രാജിവെച്ചു. എന്നിട്ട് പുതിയ അംഗങ്ങളായിട്ട് ധനകാര്യം ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? ജോൺ മത്തായി ആയിരുന്നു. അത് വന്നിട്ട് ലിയാഖത്ത് അലി ഖാൻ്റെ കയ്യിൽ വന്നു. ധനകാര്യം ലിയാഖത്ത് അലി ഖാൻ്റെ കയ്യിൽ വന്നു. കൊമേഴ്സ് വന്നിട്ട് AI ചുന്ദ്രീഗറുടെ കയ്യിൽ വന്നു. കയ്യിൽ വന്നു. അത് CH ബാബയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? CH ബാബയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് AI ചുന്ദ്രീഗറുടെ കീഴിൽ വന്നു. പോസ്റ്റ് ആൻഡ് എയർ വന്നിട്ടുണ്ടായിരുന്ന അസഫ് അലി നോക്കിയിരുന്ന പോസ്റ്റ് ആൻഡ് എയർ അബ്ദുർ റബ് നിഷ്താറിൻ്റെ കീഴിലും, ആരോഗ്യം ഗാസൻഫർ അലി ഖാൻ്റെ കീഴിലും, നിയമം ജോഗീന്ദ്രനാഥ് മണ്ഡലിൻ്റെ കീഴിലുമായിട്ട് മാറുകയുണ്ടായി. പുതിയ അംഗങ്ങളുടെ വരവോടെ ജോൺ മത്തായി, C രാജഗോപാലാചാരി, CH ബാബ എന്നിവരുടെ വകുപ്പുകൾ ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് എന്നത് ജോൺ മത്തായിയുടെ വകുപ്പായിട്ടും, കലാ, വിദ്യാഭ്യാസം എന്നത് C രാജഗോപാലാചാരിയുടെ വകുപ്പായിട്ടും, ഖനികൾ, ഊർജം എന്നത് CH ബാബയുടെ വകുപ്പായിട്ടും മാറി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ വൈസ് പ്രസിഡന്റ് വിദേശകാര്യം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആഭ്യന്തരം, ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ്, ഡോക്ടർ ജോൺ മത്തായിയുടെ വന്നിട്ട് ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് വ്യവസായങ്ങളും വിതരണ സംവിധാനങ്ങളും, ജഗ്ജീവൻ റാമിൻ്റെ തൊഴിൽ,
സർദാർ ബൽദേവ് സിംഗിൻ്റെ പ്രതിരോധം, CH ബാബയുടെ ജോലിയും അതുപോലെ ഖനിയും വൈദ്യുതിയും, ലിയാഖത്ത് അലി ഖാൻ്റെ സാമ്പത്തികം, അബ്ദുറബ് നിസ്താറിൻ്റെ പോസ്റ്റ് ആൻഡ് എയർ, അസഫ് അലിയുടെ റെയിൽവേയും ഗതാഗതവും, C രാജഗോപാലാചാരിയുടെ വിദ്യാഭ്യാസവും കലയും, ഇബ്രാഹിം ഇസ്മായിൽ ചുന്ദ്രിഗറുടെ വന്നിട്ട് കൊമേഴ്സാണ്, അതായത് I ചുന്ദ്രിഗർ അവരുടെ വന്നിട്ട് കൊമേഴ്സും, ഗസൻഫർ അലി ഖാൻ്റെ ആരോഗ്യവും, ജോഗീന്ദ്രനാഥ് മണ്ഡലിൻ്റെ നിയമം എന്നിങ്ങനെയുള്ള വകുപ്പുകളായിരുന്നു 1946 ഇടക്കാല മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാവുന്നതാണ്, ഈ പേര് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ വീണ്ടും ചോദിച്ചാൽ നമുക്ക് ആ മാർക്ക് മിസ്സാവാണ്ടിരിക്കാൻ നമുക്ക് പഠിച്ചു വയ്ക്കാം. നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ ക്യാബിനറ്റ് 1947 പ്രഥമ ക്യാബിനറ്റ് നോക്കാം. കാരണം ഇതിൽ പല ആൾക്കാരും 1947 ശേഷം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ക്യാബിനറ്റ് 1947 പ്രഥമ ക്യാബിനറ്റിലെ അംഗങ്ങളും വകുപ്പുകളും നോക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ വകുപ്പുകൾ: പ്രധാനമന്ത്രി, വിദേശകാര്യം, കോമൺവെൽത്ത് ബന്ധങ്ങൾ, ശാസ്ത്രീയ ഗവേഷണം എന്നിവയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വകുപ്പായി വരുന്നത്. പ്രധാനമന്ത്രിയാണ്, വിദേശകാര്യം, കോമൺവെൽത്ത് ബന്ധം, ശാസ്ത്രീയ ഗവേഷണം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആഭ്യന്തരം, പ്രക്ഷേപണവും വിവരങ്ങളും സംസ്ഥാനങ്ങൾ എന്നിവയാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സംസ്ഥാനങ്ങൾ, ഓർത്തിരിക്കുക. അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഭക്ഷണവും കൃഷിയും, സെയിം തന്നെയാണ്, ഭക്ഷണവും കൃഷിയും തന്നെയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ. ഇപ്പോൾ പുതിയതായി ഒരാൾ കൂടുതലായിട്ടുണ്ട്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന് എന്താണ്? വിദ്യാഭ്യാസമായിരുന്നു. C രാജഗോപാലാചാരിയായിരുന്നു ഇടക്കാല സർക്കാരിലെ വിദ്യാഭ്യാസം നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ക്യാബിനറ്റിൽ ആരാണ് വിദ്യാഭ്യാസം? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഡോക്ടർ ജോൺ മത്തായി റെയിൽവേയും ഗതാഗതവുമാണ്. ഡോക്ടർ ജോൺ മത്തായി വീണ്ടും എന്തായി? റെയിൽവേയും ഗതാഗതവുമായി. R.K. ഷൺമുഖം ചെട്ടി സാമ്പത്തികം. R.K. ഷൺമുഖം ചെട്ടി സാമ്പത്തികം. ഡോക്ടർ B.R. അംബേദ്കർ നിയമം. ഡോക്ടർ B.R. അംബേദ്കർ നിയമം. ജഗ്ജീവൻ റാം തൊഴിൽ. സർദാർ ബൽദേവ് സിംഗ് പ്രതിരോധം. രാജ്കുമാർ അമൃത കൗർ ആരോഗ്യം. CH ബാബ വാണിജ്യം. റാഫി അഹമ്മദ് കിഡ്വായ് ആശയവിനിമയം. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി വ്യവസായങ്ങളും വിതരണ സംവിധാനങ്ങളും. V.N. ഗാഡ്ഗിൽ ജോലികളും ഖനികളും വൈദ്യുതിയും. ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ ക്യാബിനറ്റ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും. ഇനി നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയെക്കുറിച്ചും കൂടി നോക്കാം. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയെക്കുറിച്ചിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. 1950 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് സുകുമാർ സെൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് സുകുമാർ സെൻ ആണ്. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയുള്ള കാലഘട്ടത്തിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്നത് ശരൺ നേഗിയാണ്. ഇനി നമുക്ക് മന്ത്രിസഭ നോക്കാം അല്ലേ. ജവഹർലാൽ നെഹ്റുയുടെ വകുപ്പ് എന്തായിരുന്നു? സെയിം, പ്രധാനമന്ത്രി, വിദേശകാര്യം. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി, വിദേശകാര്യം. സർദാർ വല്ലഭായ് പട്ടേൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരവും. ബൽദേവ് സിംഗ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ഷൺമുഖം ചെട്ടി നമ്മൾ ഈ ചെട്ടിയാരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങുകയെന്ന് ഓർക്കില്ലേ, അങ്ങനെ ഓർത്താൽ മതി. ഷൺമുഖം ചെട്ടി ധനകാര്യം. B.R. അംബേദ്കർ നിയമം, നമുക്കറിയാം അംബേദ്കർ നിയമം. ജോൺ മത്തായി റെയിൽവേ ഗതാഗതം. ശ്യാമപ്രസാദ് മുഖർജി വ്യവസായം. മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസം. രാജ്കുമാരി അമൃത കൗർ ആരോഗ്യം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. റാഫി അഹമ്മദ് കിദ്വായ് വാർത്താവിനിമയം. ജഗ്ജീവൻ റാം തൊഴിൽ. നർഹരി വിഷ്ണു ഗാഡ്ഗിൽ പൊതുമരാമത്ത് ഊർജം. CH ബാബ വാണിജ്യം. ഗോപാലസ്വാമി അയ്യങ്കാർ വകുപ്പില്ലാ മന്ത്രി. ആരാണ്? വകുപ്പില്ലാ മന്ത്രി. ഇതാണ് നമ്മുടെ ആദ്യ മന്ത്രിസഭ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങൾ നോക്കാം.
ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. 1949 നവംബർ 6 ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു ഡേറ്റും കൂടിയാണ് അത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ആ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയി ആചരിക്കുന്നത് അല്ലേ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. ദേശീയ നിയമദിനം നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനം ചോദിച്ചാൽ അത് നവംബർ 26. അപ്പോൾ ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം, ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടതൊക്കെ എപ്പോഴാണ്? നവംബർ 26. ഇന്ത്യ റിപ്പബ്ലിക് ദിനം, ഇന്ത്യ റിപ്പബ്ലിക് ആയത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ജനുവരി 26 1950. ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 2 വർഷവും 11 മാസവും 17 ദിവസവും, അല്ലെങ്കിൽ 18 ദിവസം എന്നും കാണാറുണ്ട്. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത്. മൊത്തം 11 സെക്ഷനാണ്. എത്ര സെക്ഷനാണ്? 11 സെക്ഷനിൽ 165 ദിവസം അസംബ്ലി സമ്മേളിച്ചിട്ടുണ്ടായി. 165 ദിവസം അസംബ്ലി സമ്മേളിച്ചു. നിലവിൽ വന്ന സമയത്ത് 395 ആർട്ടിക്കിൾ, 8 പട്ടിക, 22 ഭാഗം എന്നിങ്ങനെയായിരുന്നു. 395 ആർട്ടിക്കിൾ, 8 പട്ടിക, 22 ഭാഗം. നിലവിൽ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 448 ആർട്ടിക്കിൾ, 448 ആർട്ടിക്കിൾ, 22 ഭാഗം, 12 പട്ടിക. അപ്പോൾ 25 ഭാഗം. 22 ഭാഗം എന്നുള്ളത് 25ആയി, 8 പട്ടിക എന്നുള്ളത് 12 പട്ടികയായി, 395 ആർട്ടിക്കിൾ എന്നുള്ളത് 448 ആർട്ടിക്കിളായി. ഇനി മൊത്തം ചെലവായ തുക എന്ന് പറയുന്നത് 64 ലക്ഷം രൂപയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷനാണ്. ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. ഇത് ഈ ഇടക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ്. 1946 നവംബറിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ചോദിക്കുകയാണ് പറഞ്ഞാൽ വേവൽ പ്ലാനാണ്. 1945 വേവൽ പ്ലാനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം നമ്മൾ പറഞ്ഞു ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24 മാർച്ച് 24 എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരന് ചോദിക്കുകയാണ് പറഞ്ഞാൽ MN റോയും. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ്, സ്വന്തം രാജ്യത്തിന് സ്വന്തം ഭരണഘടന എന്ന് ഓർത്ത് വയ്ക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണ്? 1946 ഡിസംബർ 6. ഡേറ്റ് ഓർത്ത് വയ്ക്കുക, ഡിസംബർ 6. ആദ്യത്തെ സമ്മേളനം നടന്നത് 3 ദിവസം കഴിഞ്ഞിട്ട്. എപ്പോഴാണ്? ഡിസംബർ 9. ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിരാധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1946 ഡിസംബർ 11. അപ്പോൾ 9 കാരണം അടുത്ത 11 എന്ന് ഓർത്ത് വയ്ക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് പറഞ്ഞാൽ JB കൃപലാനിയാണ്. JB കൃപലാനി ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതുപോലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യക്കും ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും 1:10 ലക്ഷം എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ ഉണ്ടായിരുന്നത്. 1:10 ലക്ഷം എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ ഉണ്ടായിരുന്നത്. ഭരണഘടന രൂപീകൃതമാകുമ്പോൾ ഭരണഘടനയിൽ 389 അംഗങ്ങളുണ്ടായിരുന്നു. എത്ര അംഗങ്ങളായിരുന്നു? 389 അംഗങ്ങളായിരുന്നു. അതിൽ 296 അംഗങ്ങൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 292 പേര് 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. 292 പേർ എന്ന് പറയുന്നത്. പിന്നെ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഒരു 4 പേരുണ്ടായിരുന്നു. അതുപോലെ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു പറഞ്ഞാൽ 17 വനിതകളുണ്ടായിരുന്നു. ആ 17 എണ്ണം മലയാളികളാണ് ഉണ്ടായിരുന്നത്. അതായത് 17 വനിതകളുണ്ടായിരുന്നു. മലയാളികൾ എത്രയെന്ന് ചോദിച്ചാൽ അതും 17ആണ്. ആ 17 എത്ര മലയാളി വനിതകൾ എന്ന് ചോദിച്ചാൽ, അതായത് 17 മലയാളികളിൽ എത്ര വനിതകൾ എന്ന് ചോദിച്ചാൽ 3 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും
കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ എന്ന് പറയുന്നത് യുണൈറ്റഡ് പ്രൊവിഷ്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ യുണൈറ്റഡ് പ്രൊവിഷ്യൻസിൽ നിന്നാണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 അംഗങ്ങളാണ്. എന്നാൽ ഇന്ത്യ വിഭജന ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ എന്ത് ചെയ്തു? അവർ പിരിഞ്ഞു പോയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം 389 നിന്ന് 299 മാറി. 389 നിന്ന് 299 മാറി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296 നിന്ന് 229 നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 93 നിന്ന് 70 ചുരുങ്ങി. 93 നിന്ന് 70 ചുരുങ്ങി. അതുപോലെ 17 വനിതകൾ 15 വനിതകളായി മാറി. 17 വനിതകൾ 15 വനിതകളായി മാറി. അപ്പോൾ ആ 2 വനിതകൾ മാറിയ വനിതകൾ ആരൊക്കെയായിരുന്നു? ബീഗം ജഹനാര ഷാനവാസും ബീഗം ഷെയ്സ്ത സുഹ്രാവർദി ഇക്രാമുള്ള എന്നിവർ. ഇവർ രണ്ടുപേരും പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ 2 വനിതകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 എന്ന് ഓർത്തു വെക്കുക. പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. വനിതകളുടെ എണ്ണം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ 9. നമുക്ക് തിരുവിതാംകൂറിൽ നിന്നല്ല മൊത്തം മലയാളികൾ ആരൊക്കെയാണെന്ന് ആദ്യം നോക്കാം. നമ്മൾ പറഞ്ഞു മലയാളി അംഗങ്ങൾ 17 പേരായിരുന്നു എന്ന് പറഞ്ഞു. ആ 17 പേരിൽ 3 വനിതകളായിരുന്നു പറഞ്ഞു. ആ 3 വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു ആ 3 വനിതകൾ. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു ആ 3 വനിതകൾ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഭാഗത്തു നിന്നുള്ളവരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് തിരുവിതാംകൂറിൽ നിന്നുള്ളവരായിരുന്നു, പിന്നെ കൊച്ചി, പിന്നെ മദ്രാസ്, പിന്നെ യുണൈറ്റഡ് പ്രൊവിഷ്യൻ എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ആ വ്യക്തികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൽ നിന്നുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജൻ, ആനി മസ്ക്രീൻ, KA മുഹമ്മദ്, PT ചാക്കോ. അതിൽ ആനി മസ്ക്രീൻ വനിതയുടെ ചോദിക്കാന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ നിന്നുള്ള വനിത ആരാണ്? ആനി മസ്ക്രീൻ ആണ്. തിരുവിതാംകൂറിൽ നിന്നുള്ള വനിത ആനി മസ്ക്രീൻ ആണ്. അപ്പോൾ ബാക്കി ആണുങ്ങളുടെ പേര് ഓർത്ത് വയ്ക്കുക. പട്ടം താണുപിള്ള, PS നടരാജപിള്ള, KA മുഹമ്മദ്, ആർ ശങ്കർ, PT ചാക്കോ എന്നിവരായിരുന്നു തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളികൾ. പരമ്പള്ളി ഗോവിന്ദ മേനോൻ മാത്രമാണ് കൊച്ചിയിൽ നിന്നുള്ള മലയാളി. കൊച്ചിയിൽ നിന്നുള്ള മലയാളി ആരാണ്? ഒരേ ഒരാളാണ്, പരമ്പള്ളി ഗോവിന്ദ മേനോൻ. അതുപോലെ യുണൈറ്റഡ് പ്രൊവിഷ്യനിൽ നിന്ന് ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് ആരാണ്? ജോൺ മത്തായി. നമ്മൾ ജോൺ മത്തായിയുടെ വകുപ്പ് ഏതാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 10th ക്ലാസ്സിലും കൂടി പറഞ്ഞു. ജോൺ മത്തായിയുടെ വകുപ്പ് ഏതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? റെയിൽവേ, ഗതാഗതം എന്നിവയായിരുന്നു ജോൺ മത്തായിയുടെ വകുപ്പുകൾ എന്ന് പറയുന്നത്. ഇനി മദ്രാസിൽ നിന്നുള്ള വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ 2 വനിതകൾ മദ്രാസിൽ നിന്നാണ്. ആരാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ 3 വനിതകളുടെ പേര് മറക്കരുത്. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, AK മേനോൻ, PA പോക്കർ സാഹിബ് ഇബ്രാഹിം, KTM അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, P കുഞ്ഞിരാമൻ, അബ്ദുൽ സത്താർ ഹാജി, K മാധവ മേനോൻ എന്നിവരായിരുന്നു മദ്രാസിൽ നിന്നും പ്രതിനിധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ 8 എണ്ണം പ്രധാനപ്പെട്ട കമ്മിറ്റികളും ബാക്കി ഉപകമ്മിറ്റികളുമായിരുന്നു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏത് എന്ന് പറയുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഭരണഘടനാ അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. 1947 ഓഗസ്റ്റ് 29 രൂപീകരിച്ച കമ്മിറ്റിയാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയാണ് പുതിയ ഭരണഘടനയ്ക്ക് കരട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ചെയർമാൻ ആയിരുന്നത് ആരാണ്? BR അംബേദ്കർ, പിന്നെ KM മുൻഷി, മുഹമ്മദ് സോദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, TP ഗെയ്ത്താൻ, BL മിത്തർ എന്നിവരായിരുന്നു. അതിൽ അന്തരിച്ച ഗെയ്ത്താൻ അന്തരിച്ചപ്പോൾ ആര് വന്നു? TT കൃഷ്ണമാചാരി വന്നു. ഗെയ്ത്താൻ അന്തരിച്ചപ്പോൾ TT കൃഷ്ണമാചാരി വന്നു. അതുപോലെ മിത്തർ രാജിവെച്ച് പോയിട്ട് അതിന് പകരമായിട്ട് N മാധവറാവു പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായി. അപ്പോൾ BR അംബേദ്കർ, KN മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, TP ഗെയ്ത്താൻ, BL മിത്തറിന് പകരം ആര് വന്നു? N മാധവറാവു വന്നു. ഗെയ്ത്താന് പകരം TT കൃഷ്ണമാചാരിയും വന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ പേരും കൂടി നോക്കാം.
പ്രധാനപ്പെട്ട 8 മേജർ കമ്മിറ്റികളുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്തായിരുന്നു എന്ന് പറഞ്ഞു, BR അംബേദ്കറിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞു. പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയാണ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ പവർ നമ്മൾ ഇതിൽ 4 പേരുടെ പേരാണ് മെയിനായിട്ട് പഠിക്കാനുള്ളൂ. ഒന്ന് ജവഹർലാൽ നെഹ്റു, പിന്നെ BR അംബേദ്കർ, പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ വ്യക്തികളുടെ പേരാണ് പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. അതിൽ പിന്നെ വരുന്നത് നമ്മുടെ ഉപകമ്മിറ്റികളുടെ പേര് പഠിക്കാണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, BR അംബേദ്കർ ആണ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എല്ലാത്തിൻ്റെയും മേലെ നിന്നിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഈ പവർ ആരുടെ കയ്യിലായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ആരുടെ ആയിരുന്നു ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ പവറും കോൺസ്റ്റിറ്റ്യൂഷനും സ്റ്റേറ്റ്സും ആരുടെ കയ്യിലായിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിലായിരുന്നു. ഇനി പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരുടെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സിക്യൂട്ടഡ് ഏരിയാസ് എന്നിവയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കീഴിലായിരുന്നു. രാജാവിൻ്റെ കീഴിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് കമ്മിറ്റി ആൻഡ് സ്റ്റിയറിംഗ് കമ്മിറ്റി. റൂൾസും അതുപോലെ സ്റ്റിയറിങ്ങും ആരുടെ കയ്യിലുണ്ടായിരുന്നത്? റൂൾസ് ഇട്ടിട്ടുണ്ടായിരുന്ന ആരാണ്? രാജാവായിരുന്നു റൂൾസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റിയറിങ് എങ്ങോട്ട് തിരിക്കണം എന്നുള്ള റൂൾ ഇട്ടത് ആരായിരുന്നു? രാജാവാണ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദിൻ്റെ കയ്യിലായിരുന്നു റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ആൻഡ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നിവ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഉപസമിതികൾ കുറച്ച് പേരുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കീഴിൽ വരുന്നതിൻ്റെ ഉപസമിതി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനിയാണ്. അതായത് നമുക്ക് റൈറ്റ്സ് തരാൻ ഒരു കൃപ ഉണ്ടാവണം എന്ന് നമുക്ക് നമ്മുടെ അവകാശം തരാനുള്ള കൃപയെങ്കിലും അവർക്ക് ഉണ്ടാവണം എന്ന് ഓർത്ത് വയ്ക്കുക. മൈനോറിറ്റി സബ് കമ്മിറ്റി എന്നാണ്? HC മുഖർജി ആണ്. HC മുഖർജി. അതായത് ഞാൻ മൈനോറിറ്റി ആയതുകൊണ്ട് എൻ്റെ മുഖം പോലും കാണണ്ട എന്ന് പറയരുത് എന്ന് ഓർത്ത് വയ്ക്കുക. മൈനോറിറ്റി സബ് കമ്മിറ്റി മുഖർജി കമ്മിറ്റി. നോർത്ത് ഈസ്റ്റ് ഫൗണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സിക്യൂട്ടഡ് ആൻഡ് പാർഷ്യലി എക്സിക്യൂട്ടഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളി ആയിരുന്നു. എന്ത്? നോർത്ത് ഈസ്റ്റ് ഫൗണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സിക്യൂട്ടഡ് ആൻഡ് പാർഷ്യലി എക്സിക്യൂട്ടഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളി ആയിരുന്നു. നമ്മൾ ഈ ഗോപിനാഥിൻ്റെ ഈ അസുഖമുള്ള കുട്ടികളിനെയൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, TV-യിലും മറ്റുമൊക്കെ. അപ്പോൾ ഇത് മാറ്റി നിർത്തപ്പെട്ടവർ, അവരെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടവരായിട്ട് പലരും കണക്കാക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗോപിനാഥ് വരുന്നു എന്ന് ഓർക്കുക. അങ്ങനെ ഗോപിനാഥ് ബർദോളി എന്ന് ഓർക്കുക. നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയ ഉണ്ട് പറഞ്ഞാൽ അതുപോലെ ഓർത്ത് വയ്ക്കുക. എക്സിക്യൂട്ടഡ് ആൻഡ് പാർഷ്യലി എക്സിക്യൂട്ടഡ് ഏരിയാസ്, അസം ഒഴികെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള സബ് കമ്മിറ്റിയാണ് AV താക്കർ എക്സിക്യൂട്ടർ. അതിലും എക്സിക്യൂട്ടഡ് ആൻഡ് പാർഷ്യലി എക്സിക്യൂട്ടഡ് ഏരിയാസിന് വേണ്ടിയിട്ടുള്ളതാണ് ഗോപിനാഥ് ബർദോളി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈനർ കമ്മിറ്റികൾ നോക്കാം. മൈനർ കമ്മിറ്റിയിൽ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ കീഴിൽ തന്നെയാണ് എന്തുണ്ടായിരുന്നത്? ഫിനാൻസും സ്റ്റാഫ്സും രാജാവിൻ്റെ കീഴിലായിരുന്നു. നേരത്തെ നമ്മൾ സ്റ്റിയറിങ്ങും റൂൾസും രാജാവിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞു. അതുപോലാണ്ട് ഫിനാൻസും സ്റ്റാഫും രാജാവിൻ്റെ കീഴിലാണ്. അതുപോലെ ഫ്ലാഗ്, ആ സ്റ്റിയറിങ് എങ്ങോട്ട് തിരിക്കുമ്പോഴും രാജാവിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഫ്ലാഗ് കൂടി അദ്ദേഹം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും രാജേന്ദ്ര പ്രസാദിൻ്റെ കീഴിലാണ്. അപ്പോൾ എന്താണ്? രാജാവ് ഒരു വണ്ടിയിൽ സ്റ്റിയറിങ്ങും തിരിച്ച് കയ്യിൽ കൊടിയും വെച്ചിട്ട് റൂൾസ് പറഞ്ഞിട്ട് പോവാണ്. അദ്ദേഹത്തിൻ്റെ നിറയെ ആ വണ്ടി തന്നെ നിറയെ പണമുണ്ട്, അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിറയെ സ്റ്റാഫ്സും ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ക്രെഡൻഷ്യൽസ് കമ്മിറ്റി എന്താണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ക്രെഡൻഷ്യൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ പട്ട കൊണ്ട് ഹൗസ് ഉണ്ടാക്കി. പട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഓല കൊണ്ട് ഹൗസ് ഉണ്ടാക്കിയെന്ന് ഓർക്കാം. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി.
ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി ആയിരുന്നു. നമ്മുടെ മുൻഷി പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഇല്ലേ, അതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ KM മുൻഷി ബിസിനസ് കമ്മിറ്റി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരിയുടെ കീഴിലായിരുന്നു. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ടും S വരദാചാരിയാണ്. അപ്പോൾ സിറ്റിസണും സുപ്രീം കോടതിയൊക്കെ ആരുടെ കയ്യിലാണ്? S വരദാചാരിയുടെ കയ്യിലാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻസ് കമ്മിറ്റി SK ദർ. ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻസ് കമ്മിറ്റി ആരുടെ കയ്യിലാണ്? SK ദറിൻ്റെ കയ്യിലായിരുന്നു. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷൻസ് പട്ടാഭി സീതാരാമയ്യ. നമുക്ക് നേരത്തെ ഹൗസ് കമ്മിറ്റി പറഞ്ഞു, പിന്നെ കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷൻസും പട്ടാഭി സീതാരാമയ്യയുടെ കയ്യിലാണ്. പ്രസ് ഗാലറി കമ്മിറ്റിയോ ഉഷാനാഥ് സെൻ. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി GV മാവ്ലങ്കാർ. കമ്മിറ്റി ഓൺ ഫങ്ഷൻസിൻ്റെ മാവ്ലങ്കാർ അലങ്കരിക്കുക, അലങ്കാർ എന്നോർക്കുക. അപ്പോൾ കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി GV മാവ്ലങ്കാർ. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പം നേരത്തെ പറഞ്ഞ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ക്രെഡൻഷ്യൽ കമ്മിറ്റി. ദി സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ലാംഗ്വേജ് കമ്മിറ്റി ആരാണ്? മോട്ടൂരി സത്യനാരായണ. ലാംഗ്വേജ് കമ്മിറ്റി മോട്ടൂരി സത്യനാരായണ. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാർ. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരുടെ കയ്യിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാം പഠിക്കാനുള്ളത് എന്താണ്? പേരാണ് പഠിക്കാനുള്ളത്. നല്ല ബുദ്ധിമുട്ടാണ്, കാരണം അവരുടെയൊക്കെ വകുപ്പുകൾ പഠിച്ചിരിക്കുക എന്നുള്ളത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ഇതിപ്പോൾ ഈ അടുത്തായിട്ട് കുറേ എക്സാമുകളിൽ ഇത് റിവിഷനായിട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും അതിട്ടത്. ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കർണാടക നിർമ്മാണ സഭയിൽ മലയാളികളുടെ പേര് വന്നിട്ട് തിരുവിതാംകൂറിൽ നിന്നുള്ള ആളുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരുവിതാംകൂറും ഇതിൻ്റെ പേര് പഠിക്കണം. തിരുവിതാംകൂറിന്, കൊച്ചിന്ന്, യുണൈറ്റഡ് പ്രൊവിഷൻ ആരൊക്കെയാണ് എന്ന് പഠിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീക്കിലി റിവിഷൻ തുടർന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അതെന്താണ് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എക്സാം വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2-3 ദിവസം കൊണ്ട് ഈ വീക്കിലി റിവിഷൻ കഴിഞ്ഞിട്ട് തീർത്താൽ തന്നെ നമുക്ക് എക്സാമിന് പോകാൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീക്കിലി റിവിഷൻ കൊണ്ടുവരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.